നമസ്കാരം. കശ്മീരിൻ്റെ കൊടുംതണുപ്പിൽ നിന്ന് ഇൻക്ലൂസീവ് ഇന്ത്യ യാത്ര ഇപ്പോൾ ചണ്ഡീഗറിൻ്റെ ഇളം തണുപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ചണ്ഡീഗർ മനോഹരമാണ് കേട്ടോ. വളരെ വിശാലമായ റോഡുകളും നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ വഴിയരികിൽ മുഴുവൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വലിയ വലിയ മരങ്ങൾ വളരെ മനോഹരമാണ് കാഴ്ച. ചണ്ഡീഗർ ശരിക്കും ഒരു പ്ലാന്റ് സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ്. 1947 നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ജവഹർലാൽ നെഹ്റു ലീഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സാഹിബിനെ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചതാണ് ഇങ്ങനൊരു പ്ലാന്റ് സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1950 ഇതിൻ്റെ പണി തുടങ്ങിയത്. കൃത്യമായിട്ട് ക്രമീകരിച്ച രീതിയിലാണ് ചണ്ഡീഗർ മനോഹരമായിട്ട് കിടക്കുന്നത്. ഇന്ന് കേരള സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇൻക്ലൂസീവ് ഇന്ത്യ അരങ്ങേറുന്നതിന് മുമ്പ് രാവിലെ ഇതിൻ്റെ സംഘാടകർ ഞങ്ങളെ നീക്ചന്ദിൻ്റെ റോക്ക് ഗാർഡനിലേക്ക് കൊണ്ടുപോയി. ഒരു 40 ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന വേസ്റ്റുകളിൽ നിന്ന്, അതായത് കുപ്പി വിളകൾ, അതുപോലെ തന്നെ സെറാമിക്സിൻ്റെ പീസുകൾ, റോക്കുകൾ, ഇതെല്ലാം അടുക്കി വെച്ച് ഗംഭീരമായിട്ടൊരു പാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ കാണാനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം തരുന്ന ഒരു പുതിയൊരു ഇൻവെൻഷൻ, അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്വപ്നത്തിന് എത്രമാത്രം വികസിപ്പിച്ചെടുക്കാം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു റോക്ക് ഗാർഡനാണ് ഇവിടെയുള്ളത്. ഇവിടെ ചുറ്റും ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റാച്യൂസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് വേസ്റ്റുകളിൽ നിന്നാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പിക്കാസോ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു മാർബിൾ കടയുടെ മുമ്പിലൂടെ നടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ദൂരെ മാറ്റിയിട്ടിരിക്കുന്ന ഒരു മാർബിളിൻ്റെ വലിയ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അതിലേക്ക് നോക്കുന്ന സമയത്ത് ഈ കടക്കാരനൊരു ദിവസം പിക്കാസോനോട് ചോദിച്ചു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പീസ് എടുത്ത് കൊണ്ടുപോയിക്കോളൂ, എന്തായാലും ഇവിടെ വേസ്റ്റായി കിടക്കുന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് ഈ കടക്കാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അതിസുന്ദരിയായിട്ടുള്ളൊരു ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിക്കാസോ. അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഞാൻ താങ്കൾ തന്ന കല്ലിൽ നിന്നുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്കിത് കണ്ടെത്താൻ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ആ മാർബിൾ കടയുടെ മുമ്പിലൂടെ നടക്കുന്ന സമയത്ത് ആ വലിയ മാർബിളിൻ്റെ കല്ലിൽ നിന്നും ഒരു സ്ത്രീ രൂപം എന്നെ വിളിച്ചുകൊണ്ടിരുന്നു, എന്നെയൊന്ന് സ്വതന്ത്രയാക്കൂ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ സുന്ദരിയായിട്ടുള്ള പ്രതിമയുടെ ചുറ്റുമുള്ള ഭാഗമെല്ലാം അടർത്തിക്കളഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് സുന്ദരിയായിട്ടുള്ള ശില്പം പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് പിക്കാസോയുടെ ഭാഷ. അതുപോലെ തന്നെയാണ് ഈ ചണ്ഡീഗറിൽ നീക്ചന്ദ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഒരു ഗവൺമെൻറ് സർവൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയം, ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം എവിടെയൊക്കെ വേസ്റ്റായി കിടക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളെടുത്ത് വെറുതെ ഉണ്ടാക്കി തുടങ്ങിയ ഒരു മനോഹരമായിട്ടുള്ള സ്വപ്നം ഇന്ന് ചണ്ഡീഗർ പട്ടണത്തിൻ്റെ നടുവിലൊരു 40 ഏക്കർ പ്രദേശത്ത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. എപ്പോഴെങ്കിലും ചണ്ഡീഗറിൽ പോകുമ്പോൾ ഈ റോക്ക് ഗാർഡൻ ഒന്ന് പോയി കാണണം. ഞങ്ങൾ ഇനിയും യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾക്ക് ഹരിയാന, പഞ്ചാബ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, അതിനുശേഷം ഭോപ്പാലിൽ വീണ്ടും തിരിച്ചു പോയിട്ട് വേണം ഡൽഹിയിലേക്ക് വരാൻ. ഡിസംബർ 3 പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഡിസംബർ 3 അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ 6 മണിക്ക് ഈ പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലെ സമാപനം നടക്കുന്നത്. അന്ന് ഇൻക്ലൂസീവ് ഇന്ത്യ യാത്ര, ഭാരതയാത്ര അവിടെ വെച്ച് അവസാനിക്കും. ആ സമയത്ത് ഡൽഹിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വരണം എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. നന്ദി, നമസ്കാരം.